ചാക്കോയ്ക്ക് സ്വയം ബോധ്യപ്പെട്ടു ഇനി ചാക്കോ ഒന്നുമല്ലാത്ത അവസ്ഥയിലെത്തി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഐക്യമുണ്ടാക്കി സ്വയം പിന്മാറുന്നതാണ് നല്ലതെന്ന് തോന്നിയതിൻ്റെ വെളിച്ചത്തിലാണ് അത്തരത്തിലൊരു രാജി ഉണ്ടായിട്ടുള്ളത്. ഈ ഭരണത്തിൻ്റെ അവസാനത്തോടെ NCP-S എന്ന പാർട്ടി അതോടുകൂടി ഏതാണ്ട് അവസാനിക്കുന്ന മട്ടിലാണ്. ശശി തരൂർ ഒരു അക്കാഡമിക് സൈഡിൽ വളരെ കഴിവുള്ള, അത്യാവശ്യം കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടൊരു പ്രാക്ടിക്കൽ നോളജ് അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ വിവാദം വരാൻ കാരണം. ശശി തരൂരിൻ്റെ കഴിവ് എന്താ? അദ്ദേഹം UN വർക്ക് ചെയ്തു. അതിനുശേഷമുള്ള നല്ല എഴുത്തുകാരനാണ്, നന്നായി വായിക്കും. ഈ പൊളിറ്റിക്കൽ സെൻസ് അദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനില്ലെന്നേ പറയുള്ളൂ. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് NCP സംസ്ഥാന അധ്യക്ഷനായ NA മുഹമ്മദ് കുട്ടിയാണ്. സ്വാഗതം സാർ. PC ചാക്കോ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നു. സത്യത്തിൽ ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള ചില ഉരുണ്ടുകളികളും പാർട്ടി പിളർപ്പിലേക്ക് പോകുമോ എന്നുള്ള ഭയത്താലാണ് ഇത്തരത്തിലുള്ള രാജി എന്നെല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് താങ്കൾ? NCP എന്ന് പറഞ്ഞാൽ ശ്രീ അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് കേരളത്തിലെ ഞാൻ. ഈ PC ചാക്കോയുടെ എക്സിറ്റ് എന്ന് പറയുന്നത് കുറേ നാൾക്ക് മുമ്പ് പ്രതീക്ഷിച്ചാണ്. അതിനകത്ത് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അഴിമതിയുമായുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളിലാണ് അന്നൊരു ഉന്തും തള്ളും മടിയുമൊക്കെ ഉണ്ടായത്. അതിനെ തുടർന്നുള്ള മറ്റ് സംഭവ വികാസങ്ങൾ മാത്രമല്ല, അവിടെ തോമസിൻ്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ ആദ്യം ചാക്കോ എതിരായിരുന്നെങ്കിൽ പിന്നീട് തോമസിന് അനുകൂലമായി ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി അതിനെതിരായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളാണ് പിന്നീട് ഈ രാജിയിലേക്ക്, അതായത് ചാക്കോയ്ക്ക് സ്വയം ബോധ്യപ്പെട്ടു ഇനി ചാക്കോ ഒന്നുമല്ലാത്ത അവസ്ഥയിലെത്തി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഐക്യമുണ്ടാക്കി സ്വയം പിന്മാറുന്നതാണ് നല്ലതെന്ന് തോന്നിയതിൻ്റെ വെളിച്ചത്തിലാണ് അത്തരത്തിലൊരു രാജി ഉണ്ടായിട്ടുള്ളത്. അതിന് NCP-S എന്ന് ഇവിടെ വന്നത് ശരിക്കും NCP-SP ആണത്. ആ പാർട്ടിയുടെ ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ ശശീന്ദ്രൻ്റെ അറിയാലോ, അദ്ദേഹത്തിന് തിരവയ്യ. ഒരു സെക്കൻഡ് ലൈനിൽ അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളില്ല. തോമസിനെ സംബന്ധിച്ച് തോമസ് അങ്ങനെ ഒരു പൊളിറ്റിക്കലായി ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ അതിന് പകരമായി അവിടുത്തെ ആ ഒരു ഇതിൽ MLA ആയിട്ട് വന്നു എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടൊരു പാർട്ടി കൊണ്ട് നടക്കാനുള്ളതില്ല. മാത്രമല്ല, എനിക്ക് തോന്നുന്നില്ല ശശീന്ദ്രൻ വിഭാഗം അതിന് സമ്മതിക്കും തോമസിനും ഈ പറയുന്നത് കൊടുക്കാൻ. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മുകളിൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലും അവർ തമ്മിൽ ഈ പാർട്ടി വീണ്ടും പിളർപ്പിലേക്ക് പോകാതിരിക്കാനും വേണ്ടി ഒരു പിടിച്ചു നിർത്തുന്നതിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതും ഈ ഭരണത്തിൻ്റെ അവസാനത്തോടെ NCP-S എന്ന പാർട്ടി അതോടുകൂടി ഏതാണ്ട് അവസാനിക്കുന്ന മട്ടിലാവും. അതുകൂടാതെ ഈ കഴിഞ്ഞ ദിവസം ഈ ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവന ചില വെല്ലുവിളികൾക്കൊക്കെ കോൺഗ്രസ്സിന് തന്നെ ആയിട്ടുണ്ട്, ഈ ഒരു വികസനവുമായി ബന്ധപ്പെട്ടത്. അതിനെ എങ്ങനെ നോക്കുക? ശശി തരൂർ ഒരു അക്കാഡമിക് സൈഡിൽ വളരെ കഴിവുള്ള, നന്നായി വായിക്കുന്ന, അത്യാവശ്യം കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടൊരു പ്രാക്ടിക്കൽ നോളജ് അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ വിവാദം വരാൻ കാരണം. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ പറ്റിയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഒരാൾ ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ എത്രയും പെട്ടെന്ന് അയാൾക്ക് അതിന് അനുമതി കിട്ടുന്നതിനുള്ളൊരു ഇതാണ്. അതിന് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, സ്വിഫ്റ്റ് എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറോട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ കേരളം മുന്നിലെത്തി എന്നുള്ളതാണ്. അതൊരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പിലല്ല, മനസ്സിലായോ? പിന്നെ ഇവിടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇവിടെ കുറേ ഉദ്യാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൻ്റെ അല്ല, MSMEയുടെ പുതിയ നോംസ് വന്നപ്പോൾ, അതായത് 5 കോടിയിൽ നിന്ന് 50 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 25 കോടിയിൽ നിന്ന് 250 കോടിയുടെ ടേൺ ഓവറും വരുന്ന ഇതിലേക്ക് MSMEയുടെ മാറിയപ്പോൾ ഒരു 75% മീതുള്ള ഇൻഡസ്ട്രി എല്ലാം MSME സെക്ടറിൽ വന്നു. അപ്പോൾ MSME സെക്ടറിന് പ്രത്യേകത കൊടുത്തപ്പോൾ അതിന് ഉദ്യാൻ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ പ്രിവിലേജസ് പലം പറഞ്ഞു, മനസ്സിലായോ? അതിന് DICയിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത്ര ലക്ഷം രൂപയുടെ ലോണ്, അതിന് വേറെ മറ്റുള്ള ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ ലോണുകളുടെ സെക്യൂരിറ്റി കൊടുക്കണ്ട. ഇത് വന്നപ്പോൾ സാധാരണക്കാരായ ഒട്ടനവധി ആളുകൾ, ഇവിടെ ചെറിയ ചെറിയ കടകൾ നടത്തുന്നവർ, അവരെല്ലാം ഉദ്യാൻ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ഈ
പ്രിവിലേജ് എൻജോയ് ചെയ്യാൻ വേണ്ടി അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ KSFിൽ അത് പിന്നീട് ഉദ്യാനം എടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എന്ത് സെക്ടറിലാണ്, എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് പ്രൊഡക്റ്റ്, എത്ര ആളുകൾ പണിയെടുക്കുന്നു, എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ക്യാപിറ്റൽ, മനസ്സിലാവും. ഈ ചോദ്യങ്ങൾക്കെല്ലാം അവർ ഉത്തരം നൽകണം. അതിൽ നിന്ന് ആ സോഫ്റ്റ്വെയറിൽ വന്ന ഡാറ്റ എടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പറയുന്നത് ഇവിടെ ഈ കഴിഞ്ഞ വർഷം ഇത്ര അധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നിരുന്നു, ഇത്ര ആളുകൾക്ക് തൊഴിൽ ലഭിച്ചു. സത്യത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കടകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള അവരാണ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത്. യാതൊരു മാറ്റമല്ല വന്നിട്ടില്ല. ഇപ്പോൾ KSFിൽ ഇപ്പോൾ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ പെട്ടെന്ന് സാങ്ഷൻ കിട്ടും. അത് MSME സെക്ടറാണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ചെറുകിട ഇടത്തരം അത്തരം വ്യാപാര സ്ഥാപനങ്ങൾക്ക് അത് 3 വർഷത്തിനുള്ളിൽ പഞ്ചായത്ത് ലൈസൻസ് എടുത്താൽ മതി എന്നുണ്ട്. പക്ഷേ ഇതെല്ലാം എടുത്ത് 3 വർഷം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിലേതെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ലൈസൻസ് കിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് സാങ്കേതികമായി അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് അതിനെപ്പറ്റിയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, ഇൻഡസ്ട്രിയെക്കുറിച്ചല്ല. ഇൻഡസ്ട്രി ഇവിടെ വളർന്നിട്ടില്ല. മാത്രമല്ല പലരും GST ഇവിടെ നടപ്പിലാക്കിയപ്പോൾ 20 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് GST ആവശ്യമില്ല. 50 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് ഒരു വർഷത്തിൽ 50 വർഷം വരെയുള്ളതാണെങ്കിൽ കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് 6% അടച്ചാൽ മതി. അത് വന്നപ്പോൾ പലരും ഈ 50 ലക്ഷത്തിൻ്റെ മീതെയുള്ള ഒരു 12-18% GST കൊടുക്കേണ്ടി വന്ന അവസരത്തിൽ അവരവരുടെ ബിസിനസ്സിന് ചെറിയ LLP ആയിട്ടോ അഡീഷണൽ ആയിട്ടുള്ള ചില കമ്പനികളായിട്ടോ വീണ്ടും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. ഇപ്പോൾ ഒരാൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ പേരിലൊരു വേറെ LLP വന്നു, എന്നിട്ട് ഈ ബിസിനസ്സിന് 2ആയിട്ട് കൊണ്ടു നടക്കുന്നു. മനസ്സിലായി. ബില്ലിങ് അങ്ങനെ ഒന്നാ മതിയല്ലോ. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴും ഈ പറയുന്ന ഉദ്യാനം അതുപോലെ തന്നെ KSFിലും ചെയ്യുമ്പോൾ ഇതേ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഒരു കമ്പനി 2-3 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ അസംബ്ലിയിൽ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെ അതിൻ്റെ കണക്ക് ചോദിച്ചപ്പോൾ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. ഇത്ര വന്നു എന്നല്ലാതെ ഏത് കമ്പനി എത്ര എന്തുള്ള കണക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് പ്രാക്ടിക്കലായി ശശി തരൂർ പറഞ്ഞതിലുള്ള ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ആ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് ലൈസൻസിങ്ങിന് മാറ്റം വന്നിട്ടുള്ള അതിൽ കേരളത്തിന് ഒന്നാമതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അവസാനിക്കുമായിരുന്നു. മനസ്സിലാവും. ഇതല്ല അവിടെ സംഭവിച്ചത്. അതാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ കേരളത്തെക്കുറിച്ചുള്ള സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് ശശി തരൂരിന് കുറച്ച് കുറവുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി ഉയർന്നു വന്നിട്ടുണ്ടോ? അത്തരത്തിലൊരു രീതിയിലേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ അതിന്? അല്ല, എല്ലാവരും എല്ലാ കാര്യങ്ങളിലും എക്സ്പേർട്സ് അല്ലല്ലോ. എല്ലാവർക്കും ഒരു ഏരിയ അല്ലേ. ഒരു എഞ്ചിനീയർക്ക് മെഡിക്കൽ സയൻസിലുള്ള എന്തെങ്കിലും ഇത് പറയാൻ പറ്റുമോ? ഒരു മെഡിക്കൽ ഇതിലുള്ള ഡോക്ടർക്ക് എഞ്ചിനീയറിനെ പറ്റി വൈദഗ്ധ്യം ഉണ്ടാവുമോ? ഓരോരുത്തർക്ക് അവരുടെ ഏരിയകളിൽ ശശി തരൂരിൻ്റെ കഴിവ് എന്താ? അദ്ദേഹം UN വർക്ക് ചെയ്തു. അതിനുശേഷമുള്ള നല്ല എഴുത്തുകാരനാണ്, നന്നായി വായിക്കും. ഈ പൊളിറ്റിക്കൽ സെൻസ് അദ്ദേഹത്തിനുണ്ടോ ചോദിച്ചാൽ ഞാനില്ലെന്നേ പറയുള്ളൂ. എല്ലാവർക്കും വ്യത്യസ്തമായ എല്ലാ കഴിവുകളും പൂർണ്ണമായിട്ടുള്ള ആരുമില്ല. അതിന് അദ്ദേഹത്തെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അതായത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ആ കഴിവുകളിൽ അവർ തീർച്ചയായിട്ടും ശോഭിക്കും എന്നല്ലാതെ അതിൽ വേണ്ടെന്താ വെച്ചാൽ എനിക്കെല്ലാം ഉണ്ട്, ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്നുള്ള പറയുന്നതിൽ തർക്കിക്കാനും പാടില്ല. അവിടെയാണ് തെറ്റ്.